നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 28 1202 ആണ്ട് ചിങ്ങമാസം 12 വെള്ളിയാഴ്ച. ഇന്ന് ചതയ നക്ഷത്രമാണ്. അതിനേക്കാൾ ഉപരി ഇന്ന് പൗർണമിയാണ്. ചന്ദ്രന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഭൂമിയെ എല്ലാ ഗ്രഹങ്ങളും സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ പോലും ഭൂമിയുമായി ഏറ്റവും സ്വാധീന വലയത്തിലുള്ള ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. ആ ചന്ദ്രൻ പൂർണ്ണചന്ദ്രൻ ഉദിച്ച് നിൽക്കുന്ന ദിവസമാണിന്ന്, പൗർണമി ദിവസം. ഏറ്റവും ഐശ്വര്യപ്രദമായ ദിവസമായിട്ടാണ് പൗർണമിയെ വിശേഷിപ്പിക്കുന്നത്. ഇന്നത്തെ ദിവസം നല്ല ദിവസം വെള്ളിയാഴ്ച. ഇന്നത്തെ നക്ഷത്രം ചതയ നക്ഷത്രം, ശുഭനക്ഷത്രം. പൗർണമി ശരിക്ക് പറയുകയാണെങ്കിൽ ഈ മാസത്തിൽ തന്നെ ഏറ്റവും നല്ല ദിവസം എന്ന് പറയാം. ഈ മാസത്തിലെ ഏറ്റവും നല്ല ദിവസമാണ്. അതുകൊണ്ട് എന്ത് ശുഭകാര്യങ്ങൾക്കും ഈ ദിവസം നിങ്ങൾക്ക് ഉപയോഗിക്കാം. കാരണം നമ്മളിലേക്ക് ആ പോസിറ്റീവ് നിൽക്കും. ആ ദിവസം പ്രപഞ്ചത്തിൽ നെഗറ്റീവ് കുറഞ്ഞ് പോസിറ്റീവ് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ആ നെഗറ്റീവ് നിന്നാൽ നെഗറ്റീവ് ആയിട്ട് പോവും, പോസിറ്റീവ് നിന്നാൽ പോസിറ്റീവ് ആയിട്ട് ഒരു പോസിറ്റീവായി നിൽക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് എന്ത് കാര്യങ്ങൾക്ക് വേണോ ഇന്ന് ഇറങ്ങണം. അതേപോലെ തന്നെ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ചിങ്ങമാസത്തിലെ ചതയ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. നിങ്ങൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ അനുകൂലപ്രദമായ ഒരു വർഷമാണ്. കാരണം സാമ്പത്തിക നേട്ടം, വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടത്തിക്കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനും അമ്മയും ആവട്ടെ, അവർക്ക് വിവാഹം നടത്തിക്കൊടുക്കാൻ പറ്റും. അതുപോലെ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗൃഹനിർമ്മാണത്തിന് അനുകൂലപ്രദം, വാങ്ങാൻ പറ്റും. വസ്തു മേടിക്കുന്നവർക്ക് അതിന് അനുകൂലപ്രദമാണ്. അതുപോലെ സൗഖ്യങ്ങളുടെ ഒരു കൂമ്പാരമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോണേ. സാമ്പത്തിക നേട്ടം ഉണ്ടാവും, സന്തോഷത്തെ പ്രദാനം ചെയ്തു തരും, നമ്മളെ ദുഃഖിപ്പിക്കൂല. പൗർണമിയും കൂടി ആയതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മളെ പ്രകാശിപ്പിക്കും. ജോലി ഇരിക്കുന്നവർക്ക് പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ ജോലി കയറ്റം, ബിസിനസ് ഇരിക്കുന്നവർ പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ ബിസിനസ് ഗ്രോത്ത് വരും. പഠിക്കുന്ന കുട്ടി പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ നല്ല വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റും, നല്ല മാർക്ക് ലഭിക്കും, പ്രതീക്ഷിക്കാത്ത റിസൾട്ട് കിട്ടും. ഇതിനെല്ലാം അനുകൂലപ്രദമായ ഒരു വർഷമാണ്. അതുപോലെ നമ്മളുടെ ഇന്ന് നല്ല ദിവസമാണ്. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും ആ ദിവസത്തിൻ്റെ ഗുണം ബ്ലോക്ക് ആവാതിരിക്കാൻ വേണ്ടി നമുക്ക് രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. രാഹുകാല സമയം വരുന്നത് തന്നെ ഇന്ന് നമ്മൾ കലണ്ടറിൽ 10 തൊട്ട് 12 മണി വരെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 10:54 തൊട്ട് 12:26 വരെയാണ് രാഹുകാല സമയം. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങരുത്. അതുപോലെ തന്നെ ഒരു കാര്യത്തിന് നമുക്ക് എടുക്കാൻ പാടില്ലാത്ത 2 സമയമുണ്ട്. ഗുളികൻ്റെയും യമകണ്ഠൻ്റെയും കാലഘട്ടം. അത് ഗുളികോദയ സമയം നിൽക്കുന്ന സമയം 7:51 തൊട്ട് 9:22 വരെയും, യമകണ്ഠകാല സമയം നിൽക്കുന്നത് 3:29 തൊട്ട് 5:01 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട് 12:02 തൊട്ട് 12:50 വരെ. ഇടയ്ക്ക് 4 മിനിറ്റ് ഒഴിച്ച് 44 നേരം അഭിജിത്തിൻ്റെ ശരിക്ക് പോസിറ്റീവ് എനർജി നിൽക്കുന്ന സമയമാണ്. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഏറ്റവും നല്ല ദിവസമാണ്. ആ പ്രകാശവും ആ ഐശ്വര്യവും നമ്മൾ ഇറങ്ങുന്നത് വിജയിക്കാനുമായിട്ട് നമ്മൾ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. റോസ് കളറോ താമരപ്പൂവിൻ്റെ കളറോ മങ്ങിയ കളറുകളോ ഒക്കെ നമുക്ക് ഭാഗ്യദായകമായി തീരും. ശുക്രന് ഐശ്വര്യത്തെ തരാനും ശുക്രൻ്റെ പോസിറ്റീവ് എനർജി ലഭിക്കാനും സഹായിക്കും. എല്ലാവർക്കും ശുക്രഭഗവാന്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.